നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധിയറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 72.48% പോളിംഗ്. ജില്ലയിൽ ആകെ മത്സരിച്ചത് 7208 സ്ഥാനാർത്ഥികൾ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക TV മിനി. തനിക്ക് നേരെ വ്യക്തി അധിക്ഷേപവും നുണ പ്രചരിപ്പിക്കലും ഉണ്ടാകുന്നുവെന്നും അഭിഭാഷക. വാർത്തകൾ വിശദമായി. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധിയറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. പ്രേക്ഷകർക്കായി വോട്ടെണ്ണലിന്റെ ഓരോ ക്രമീകരണത്തിലും മീഡിയ ടൈം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം ഫലങ്ങൾ അറിയിക്കും. 2 ഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഉച്ചയോടെ എല്ലാ ഫലവും അറിയാനാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എണ്ണി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആദ്യ ഫലസൂചനകൾ അറിയാം. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള പീഡന ആരോപണം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിജയാഹ്ലാദത്തിനിടെ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലകളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ: തിരുവനന്തപുരം 16, കൊല്ലം 16, പത്തനംതിട്ട 12, ആലപ്പുഴ 18, കോട്ടയം 17, ഇടുക്കി 10, എറണാകുളം 28, തൃശൂർ 24, പാലക്കാട് 20, മലപ്പുറം 27, കോഴിക്കോട് 20, വയനാട് 7, കണ്ണൂർ 20, കാസർഗോഡ് 9. ആകെ 244. വോട്ടെണ്ണലിന്റെ ക്രമീകരണം ഇങ്ങനെയാണ്. ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ തപാൽ ബാലറ്റ് എണ്ണിത്തുടങ്ങും. തുടർന്ന് EVMലെ വോട്ടുകളും. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നിലയും തുടർന്ന് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും വോട്ട് വിവരം കിട്ടും. ഒരു വാർഡിലെ തപാൽ ബാലറ്റുകളും ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് ഫലപ്രഖ്യാപനം നടത്തും. വോട്ടെണ്ണലിന്റെ ഓരോ ക്രമീകരണത്തിലും മീഡിയ ടൈം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കായി ഫലങ്ങൾ അറിയിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മീഡിയ ടൈം ഒരുക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന സ്ഥാനാർത്ഥികളും അവരുടെ പോളിംഗ് ഏജന്റുമാരും ഒന്നിച്ചുകൂടി. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് കൗതുകമായി. തെരഞ്ഞെടുപ്പിൽ മാത്രമേ മത്സരമുള്ളൂവെന്നും അതു കഴിഞ്ഞാൽ ശക്തിനഗറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ പറഞ്ഞു. കൊടകര പഞ്ചായത്തിലെ വാർഡ് 15 ശക്തിനഗറിലെ സ്ഥാനാർത്ഥികളും പോളിംഗ് ഏജന്റുമാരാണ് വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് കേന്ദ്രമായ കൊടകര GLP സ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയത്. വാർഡിലെ സ്ഥാനാർത്ഥികളായ ആനി വിൽസൺ, ബിജി ഡേവിസ്, സിമി വിക്രമൻ എന്നിവരും വിവിധ പാർട്ടികളിൽപ്പെട്ട ഇവരുടെ പോളിംഗ് ഏജന്റുമാരും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്ന ചേരിതിരിഞ്ഞ പോരാട്ടം മറന്ന് ഒത്തുകൂടിയത്. തെരഞ്ഞെടുപ്പിൽ മാത്രമേ മത്സരമുള്ളൂവെന്നും അതുകഴിഞ്ഞാൽ ശക്തിനഗറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ പറഞ്ഞു. ആര് ജയിക്കും, ആര് തോൽക്കുന്നില്ല. ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഈ വരുന്ന ശക്തിനഗർ ഉൾപ്പെടുന്ന ഈ വാർഡിൽ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ് നമ്മുടെ രാഷ്ട്രീയം. അത് കഴിഞ്ഞ് നമ്മൾ ഒരേപോലെ ജീവിക്കുകയും അതേപോലെ തന്നെ പോസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സ്നേഹവും ബഹുമാനവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ചെറിയ വാക്ക് തർക്കം ഒന്നുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അത് ഇനിയുള്ള കാലങ്ങളിലും അത് ഉണ്ടാകണം. പുതിയ തലമുറയോട് നമുക്കത് പറയാവുള്ളൂ. മാതൃകാപരമായ ഈ സൗഹാർദ്ദം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വാക്ക് തർക്കം പോലുമില്ലാതെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, കൊടകര. ഇലക്ഷൻ തിരക്കിനിടയിലും വേറിട്ട രക്ഷാപ്രവർത്തനം നടത്തി മാള പോലീസ്. പ്ലാസ്റ്റിക് കയർ ശരീരത്തിലും കഴുത്തിലും കുടുങ്ങി വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ കണ്ട പശുവിനെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കിടെ മാള പോലീസ് രക്ഷപ്പെടുത്തിയത്. ISHO സജിൻ, ശശി, GSCPO ദിബീഷ്, GSCPO ജിബിൻ, ഡ്രൈവർ ഡേവിസ് എന്നിവരാണ് പശുക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 72.48% പോളിംഗ്.
27,36,817 വോട്ടർമാരിൽ 19,96,041 പേർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. 3,282 ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ജില്ലയിൽ ആകെ 7,208 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. തൃശൂർ ജില്ലയിൽ നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ശരാശരി 70% മുകളിൽ പോളിംഗ് നടന്നു. ഗുരുവായൂർ നഗരസഭ 69.24% കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭ 77.41% മുന്നിലെത്തി. തൃശൂർ കോർപ്പറേഷനിൽ 62.45%, ജില്ലാ പഞ്ചായത്തിൽ 73.68% പോളിംഗ് നടന്നു. 2020 ജില്ലാ പഞ്ചായത്തിൽ 75.07%, കോർപ്പറേഷനിൽ 63.79% പോളിംഗ്. പോളിംഗ് ശതമാന വിവരങ്ങൾ അന്തിമമല്ലെന്നും നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ 62.45%, ജില്ലാ പഞ്ചായത്ത് 73.68%, നഗരസഭ ചാലക്കുടി 71.18%, ഇരിങ്ങാലക്കുട 71.69%, കൊടുങ്ങല്ലൂർ 77.41%, ചാവക്കാട് 73.29%, ഗുരുവായൂർ 69.24%, കുന്നംകുളം 73.58%, വടക്കാഞ്ചേരി 74.07%, ബ്ലോക്ക് പഞ്ചായത്തുകൾ മതിലകം 74.37%, അന്തിക്കാട് 72.87%, ചേർപ്പ് 75.81%, കൊടകര 77.19%, ചാവക്കാട് 69.25%, വെള്ളാങ്കല്ലൂർ 73.09%, മാള 71.89%, ചാലക്കുടി 72.39%, ഇരിങ്ങാലക്കുട 73.3%, ചുവന്നൂർ 72.93%, വടക്കാഞ്ചേരി 76.26%, പഴയന്നൂർ 76.03%, ഒല്ലൂക്കര 75.34%, പുഴയ്ക്കൽ 74.38%, മുല്ലശ്ശേരി 70.01%, തളിക്കുളം 70.58%. തൃശൂരിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72.9% പോളിംഗ്. അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80.4% രേഖപ്പെടുത്തി. മീഡിയ ടൈം, തൃശൂർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി. തനിക്ക് നേരെ വ്യക്തി അധിക്ഷേപവും നുണ പ്രചരിപ്പിക്കലും ഉണ്ടാകുന്നുവെന്നും വക്കാലത്ത് അവസാനിപ്പിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും അഭിഭാഷക മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇല്ല, അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല, നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം, അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നുണ്ട്, ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം. അതല്ലാത്ത ഒരു ഇതിനും പറ്റില്ല. ഈ ആളുകളെല്ലാവരും പറഞ്ഞ എന്താറിയാമോ, അതിജീവിതയുടെ വക്കീൽ കേസ് നടത്തി തോറ്റു. ഞാൻ എവിടെ കേസ് നടത്തി തോറ്റിയത്? ഞാൻ കേസ് നടത്തി ജയിച്ച ആളാണ്. ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലേ, ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. ഈ അക്യൂസിന്റെ വക്കീലന്മാരോട് എവിടെയാണ് CFSL പോയ റിപ്പോർട്ടിന്? CFSL അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ? അത് എവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നീ സൈബർ കാണുന്നില്ലേ? 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് ടി.ബി. മിനിയാണ്. കൊടകരയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 17 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സഹിതം വോട്ടെടുപ്പ് ദിനത്തിൽ സ്ഥാനാർത്ഥി അറസ്റ്റ്. പറപ്പൂക്കര പഞ്ചായത്ത് 8-ാം വാർഡിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ നെല്ലായി പന്തല്ലൂർ സ്വദേശി ചേന്നമംഗലത്ത് വീട്ടിൽ 41 വയസ്സുള്ള പോൾസൺ എന്നയാളെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ഡിസംബർ 11 ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 35 കുപ്പികളിലായി 17 ലിറ്ററോളം വിദേശ മദ്യം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധിയറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 72.48% പോളിംഗ്. ജില്ലയിൽ ആകെ മത്സരിച്ചത് 7208 സ്ഥാനാർത്ഥികൾ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക TV മിനി. തനിക്ക് നേരെ വ്യക്തി അധിക്ഷേപവും നുണ പ്രചരിപ്പിക്കലും ഉണ്ടാകുന്നുവെന്നും അഭിഭാഷക. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.